നമ്മൾ ക്ലയന്റ് ദുബൈയിലുള്ള ഒരു MVP ബിസിനസ് ചെയ്യുന്ന ഒരു ക്ലയന്റ് നമ്മുടെ അടുത്ത് പെടുന്ന വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ. അതായത് അവർക്ക് വാറ്റ് ലയബിലിറ്റി അടക്കാത്തതിന്റെ പേരിൽ അവർക്ക് FTA നോട്ടിഫിക്കേഷൻ വന്ന് നിങ്ങളെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ പോകുന്ന പറഞ്ഞിട്ട്, നിങ്ങളെ ട്രേഡ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ പോകുന്ന പറഞ്ഞിട്ട്. അപ്പൊ ഇതിന് ഇവർക്ക് എന്തുകൊണ്ട് ഈ ലയബിലിറ്റി ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല? അതുകൊണ്ട് നമുക്ക് എന്ത് ലെസൺ ഇന്ന് ലേൺ ചെയ്യാൻ പറ്റും? അതായത് ഈ കമ്പനി നല്ല രീതിയിൽ റൺ ചെയ്തുകൊണ്ടിരുന്ന കമ്പനി 2 വർഷം മുമ്പ് വരെ, അതായത് മോർ ദാൻ 50 നമ്പർ ഓഫ് എംപ്ലോയീസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാം ഓക്കെ ആയിരുന്നു. ബട്ട് ഇപ്പൊ ഈ കമ്പനിക്ക് ആ രണ്ട് എംപ്ലോയീസ് മാത്രമാണ് അവർക്കുള്ളത്. 2 എംപ്ലോയീസ് വെച്ചാണ് ഇപ്പൊ ഈ കമ്പനി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ആൾമോസ്റ്റ് ബ്രോക്കാണ് ഈ കമ്പനി. അത് റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഇവരെന്ത് ചെയ്ത് 2 ക്ലയൻസിന് വേണ്ടിയിട്ട് ഒരു ഹ്യൂജ് വർക്ക് അവർ ചെയ്ത്, അതായത് അറൗണ്ട് 1 ഇയർ ഇവർ കണ്ടിന്യൂസ് ആയിട്ട് 2 ക്ലയൻസിന് മാത്രം ഫോക്കസ് ചെയ്തിട്ട്, അതിൽ 1 ക്ലയന്റ് മേജറായിട്ട് അവർക്ക് വേണ്ടി മാത്രം ഇവരെ മാൻ പവറും ഇവരെല്ലാ എക്സ്പെൻസും ഇവരെല്ലാം അലോക്കേറ്റ് ചെയ്ത് അവർ ഉപയോഗിച്ച് ഈ വർക്ക് ചെയ്ത്. ബട്ട് ഇവരെന്ത് ചെയ്ത് പേയ്മെന്റ് ഇവർ ഈ കമ്പനികളിൽ നിന്ന് ലേറ്റ്, അതായത് ഇവർ പേയ്മെന്റ് ഫോളോ അപ്പ് ചെയ്യുന്നത്. ബട്ട് ഇവരെന്ത് ചെയ്ത് പേയ്മെന്റ് നമ്മൾ ഈ കമ്പനി ക്ലയൻസ് പറഞ്ഞ് നമ്മൾ പേയ്മെന്റ് പിന്നെ ഇപ്പോൾ ഫണ്ട് ഷോർട്ടേജ് നമ്മൾ വന്നു കഴിഞ്ഞാൽ എല്ലാം ഓൾ ടുഗദർ ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞു ഇവരത്. അങ്ങനെ ഇവരെല്ലാ കമ്പനി ലിക്വിഡ് ക്യാഷും അതായത് മറ്റു ലയബിലിറ്റീസിന് അലോക്കേറ്റ് ചെയ്ത എമൗണ്ട് എല്ലാം എടുത്തിട്ട് ഇവരെന്ത് ചെയ്ത് ഈ ഒരു ക്ലയൻസിന് എക്സ്പെൻസിനാലും മാൻ പവറിലാണ് ഉപയോഗിച്ചിട്ട് അങ്ങനെ ഈ വർക്ക് കംപ്ലീറ്റ് ആയപ്പോൾ ഇവർക്ക് പേയ്മെന്റ് കിട്ടിയില്ല. ഇതാണ് ഇതിന് ഒരു മേജർ റീസൺ, കമ്പനി ബ്രോക്കാനുള്ള മേജർ റീസൺ. ഇത് നമുക്ക് എന്താ ലേൺ ചെയ്യാൻ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഏതൊരു ക്ലയന്റ് ആണെങ്കിൽ നമ്മൾ പേയ്മെന്റ് കിട്ടിയില്ല എന്നെങ്കിൽ നമ്മൾ വർക്ക് സ്റ്റോപ്പ് ചെയ്യുക. അതായത് എസ്പെഷ്യലി ദീസ് ടൈപ്പ് ഓഫ് വർക്ക്, അതായത് ലോങ് ടേം ഉള്ള വർക്ക്, ഹ്യൂജ് എമൗണ്ട് വർക്ക്, നമുക്ക് കപ്പാസിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പേയ്മെന്റ് ഓൺ ടൈം നമ്മൾ സ്റ്റേജ് വൈസ് ഉള്ള പേയ്മെന്റ്സ് നമ്മൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാം. നമുക്ക് കപ്പാസിറ്റി ഇല്ല, നമ്മൾ വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി, അതുകൊണ്ട് നമ്മൾ വർക്ക് സ്റ്റോപ്പ് ചെയ്യാൻ. ഇപ്പൊ നമ്മൾ വർക്ക് സ്റ്റോപ്പ് ചെയ്യാൻ നമുക്ക് വേറെ വർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ എക്സ്പെൻസും നമ്മളെ ലോസും കുറക്കാൻ വേണ്ടി പറ്റും. നമ്മൾ ഈ മാൻ പവർ ആയാലും മെറ്റീരിയൽ ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് ആ എക്സ്പെൻസ് നമ്മൾ കുറച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. രണ്ടാമത്തെ എന്നുണ്ടെങ്കിൽ വാറ്റ് ലയബിലിറ്റി, അതായത് നമ്മൾ ഏത് വാറ്റോ പേരോളോ ഏത് ലയബിലിറ്റി ആയിക്കോട്ടെ, നമ്മൾ ഈ ലയബിലിറ്റി ഓൺ ടൈമിൽ നമ്മൾ പേ ചെയ്യും. നമ്മൾ ഓൺ ടൈമിൽ പേ ചെയ്യാം. നമ്മൾ ഫണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ സ്പോട്ടിൽ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, നമ്മുടെ ഫിനാൻഷ്യൽസിൽ എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, നമ്മൾ ഈ ഒരു ഷോർട്ടേജിന്റെ റീസൺ എന്താണ്. അത് ചിലപ്പോൾ വർക്ക് പ്രോഫിറ്റബിൾ ആയിരിക്കില്ല, ചിലപ്പോൾ ഒരുപാട് അൺവാണ്ടഡ് എക്സ്പെൻസ് നമ്മൾ കുറെ പോയിട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്മളിത് മോണിറ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു നമ്മൾ ആ സെയിം ടൈം നമ്മൾ ഈ ഷോർട്ടേജിന്റെ സൊല്യൂഷൻ എന്താണ്, ഇതിന്റെ പ്രോബ്ലം കണ്ടെത്തി നമ്മൾ സ്പോട്ടിൽ ഫിക്സ് ചെയ്യാം. ഇതാണ് അടുത്ത സൊല്യൂഷൻ. ഇനി നമ്മൾ മൂന്നാമത് നമ്മൾ എപ്പോഴും നമ്മൾ ഫിനാൻഷ്യൽസ് നമ്മൾ മന്ത്ലി വീക്കിലി അങ്ങനെ നമ്മൾ എപ്പോഴും നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ എന്താണ്, നമ്മളെ ബിസിനസ് പ്രോഫിറ്റബിൾ ആണോ, നമ്മളെ മെറ്റീരിയൽ എല്ലാം പ്രോപ്പർ ആയിട്ട് തന്നെ നമ്മൾ അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്, നമ്മളെ ബിസിനസ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പ്രോബ്ലം ഉണ്ടാവില്ല, എല്ലാം നമ്മൾ ഉറപ്പുവരുത്തി നമ്മൾ മുന്നോട്ട് പോകാം. ഇതാണ് നമുക്ക് ലേൺ ചെയ്യാൻ പറ്റിയ ലെസൺ.